PSC അംഗത്വം നേടാൻ 60 ലക്ഷം രൂപ കോഴ കൊടുക്കണം. അംഗമായാൽ ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യവും അറിഞ്ഞാൽ ഈ 60 ലക്ഷമൊക്കെ ചെറുതായി തോന്നും. ചെയർമാൻ അടക്കം PSCയിൽ അംഗങ്ങളായുള്ളത് 21 പേർ. ചെയർമാന്റെ ശമ്പളം 76,450 രൂപ. അത്ര അധികമല്ലെന്ന് തോന്നാം. എന്നാൽ അലവൻസ് കൂടി ചേർത്താൽ ഇത് 2.25 ലക്ഷത്തിന് മുകളിൽ. ഞെട്ടിയോ? അപ്പോൾ ശമ്പളവും ആനുകൂല്യങ്ങളും ചേർത്ത് മറ്റ് അംഗങ്ങൾക്ക് ലഭിക്കുന്ന തുക കൂടി കേട്ടാലോ? 70,290 രൂപയാണ് അംഗങ്ങളുടെ ശമ്പളം. DA കൂടി ചേർത്താൽ ചെയർമാന്റെ ശമ്പളത്തിന് അടുത്തെത്തും. 2,23,000. ചെയർമാന് താമസിക്കാൻ വീടും കാറും സർക്കാർ കൊടുക്കും. അംഗങ്ങൾ വീട് സ്വന്തമായി കണ്ടെത്തിയാൽ മതി. വാടക കൊടുക്കാൻ സർക്കാരുണ്ട്. അംഗങ്ങൾക്ക് കാർ എടുക്കാൻ പലിശരഹിത വായ്പ സർക്കാർ തരും. ഡ്രൈവറെ തരും. കിലോമീറ്റർ ഒന്നിന് 15 രൂപ ബത്തയും തരും. 6 വർഷം മാത്രം കാലാവധിയുള്ള അംഗങ്ങൾക്ക് റിട്ടയർമെന്റ് കാലവും കോളാണ്. അടിസ്ഥാന ശമ്പളത്തിന്റെ 45%, DAയും ചേർത്ത് ചെയർമാന് 1,25,000, അംഗങ്ങൾക്ക് 1,20,000 രൂപയും ലഭിക്കും. കാലാവധി നോക്കാതെ അംഗമായ ആർക്കും മരണം വരെ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കും. ചെയർമാന്റെ ശമ്പളം 4 ലക്ഷമായും അംഗങ്ങളുടേത് 3.25 ലക്ഷമായും ഉയർത്താനുള്ള ശുപാർശയും സർക്കാരിന്റെ പരിഗണനയിൽ. ഈ ശമ്പളവും ആനുകൂല്യങ്ങളും കേട്ടാൽ ഭരണഘടനാ സ്ഥാപനമായ PSCയിൽ അംഗങ്ങളാകാൻ വലിയ യോഗ്യത വേണമെന്ന് തോന്നും. പകുതി പേർക്ക് കേന്ദ്ര സംസ്ഥാന സർവീസിൽ കുറഞ്ഞത് 10 വർഷത്തെ മുൻപരിചയം വേണം. ചുമതലകൾ വഹിക്കാൻ കഴിവുള്ളവരാണെന്ന പൊതുമാനദണ്ഡമാണ് പിന്നെ പരിഗണിക്കുക. അതായത് നമുക്ക് പറ്റിയ ആളാണെന്ന് ഭരിക്കുന്ന പാർട്ടിക്കാർക്ക് തോന്നിയാൽ മാത്രം മതിയെന്ന് ചുരുക്കം.